പണ്ടുള്ള ആളുകൾ പറയുമല്ലോ, ഖബറെന്ന് കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ, കണ്ടാലുടൻ വാവിട്ടു നീ കരയേണ്ടതാ, മേടക്ക് പകരം മാളമാ സുബ്ഹാനാ, റബീയതിൽ കിടക്കേണ്ടതാണ് സമാനാ. ആ ഖബറിന് വേണ്ടി നാം എന്താണ് ഒരുങ്ങിയിട്ടുള്ളത്? നമ്മുടെ ഖബർ ജീവിതത്തിന് വേണ്ടി പ്രിയപ്പെട്ടവരെ, നമ്മളൊരു വീടുണ്ടാക്കുമ്പോ ആ വീടിന് വേണ്ടി എത്ര വർഷങ്ങളാണ് നാം പദ്ധതിയിട്ടിട്ടുണ്ടാവുക? ആ വീടിന്റെ സ്ഥലം നോക്കുമ്പോ ആ സ്ഥലത്ത് വെള്ളം കയറുമോ, അല്ലെങ്കിൽ നല്ല മണ്ണാണോ, അടുത്ത് പള്ളിയുണ്ടോ, സ്കൂളുണ്ടോ, ആശുപത്രിയുണ്ടോ, എന്തൊക്കെ അന്വേഷണങ്ങളാണ് നാം നടത്തുക. അങ്ങനെ ആ സ്ഥലം വാങ്ങിച്ചു കഴിഞ്ഞാൽ വീടിന്റെ പ്ലാൻ വരയ്ക്കുന്നതിന് വേണ്ടി, വീടുണ്ടാക്കുന്നതിന്റെ പദ്ധതി ഉണ്ടാക്കുന്നതിന് വേണ്ടി എത്ര എഞ്ചിനീയർമാരെയാണ് നമ്മൾ കാണുക, എത്ര കമ്പനിയിലാണ് നാം അപേക്ഷ കൊടുക്കുക. അങ്ങനെ അവസാനം വീടിന്റെ പ്ലാൻ തയ്യാറായി കഴിഞ്ഞാൽ പിന്നീട് ആ വീടിന്റെ നിർമ്മാണം തുടങ്ങുമ്പോ, തറയിടുമ്പോ, അതിന്റെ മുകളിലേക്ക് മതിൽ കെട്ടുമ്പോ, അതുപോലെ തന്നെ വാർക്കുമ്പോ, അതിന്റെ ഓരോ ജനൽപ്പാളികളും വാതിലുകളും വെക്കുമ്പോ എത്ര തവണ നാം ആലോചിച്ചിട്ടുണ്ട്, എത്ര ആളുകളോട് നാം ചർച്ച ചെയ്തിട്ടുണ്ട്, എത്ര നാം അതിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. ആ വീടിന്റെ ഉള്ളിലുള്ള ഓരോ ഫർണിച്ചറുകളും നാം വെറുതെ അങ്ങ് വാങ്ങിച്ചതല്ല, കൃത്യമായി അന്വേഷിച്ച് കൃത്യമായി പഠിച്ചതിന് ശേഷം മാത്രം നാം വാങ്ങിച്ചതാണ്. ഇനി ആ വീട് ഉണ്ടാക്കി കഴിഞ്ഞാൽ എത്ര കൊല്ലമാണ് പ്രിയപ്പെട്ടവർ ഇവിടെ നമുക്ക് ജീവിക്കാൻ കഴിയുക? എത്ര കൊല്ലമാണ്? 40, 50, 60, ഇനി കൂടിപ്പോയാൽ 70, 80 കൊല്ലം. ഒരാൾ 30-ാമത്തെയോ 40-ാമത്തെയോ വയസ്സിൽ വീടുണ്ടാക്കി കഴിഞ്ഞാൽ ഒരു 60, 50, 70 കൊല്ലം കൂടിപ്പോയാൽ അയാൾക്ക് ജീവിക്കാൻ കഴിയും. ഏറ്റവും കൂടുതൽ ആയുസ് പടച്ചം കൊടുത്താൽ. എന്നിട്ട് തിരിച്ചു പോകേണ്ടത് ഇവിടേക്കാണ്, ഖബറിലേക്കാണ്. ഖബറിൽ എത്ര കൊല്ലമാണ് നാം കിടക്കേണ്ടത്? 60 കൊല്ലമാണോ, 70 കൊല്ലമാണോ, 100 കൊല്ലമാണോ? സഹസ്രാബ്ദങ്ങൾ ആ ഖബറിൽ നാം കിടക്കേണ്ടി വരും. ഒരുപക്ഷെ ആയിരക്കണക്കിന് കൊല്ലങ്ങൾ ആ ഖബറിൽ നാം ഒരുപക്ഷെ കിടക്കേണ്ടി വരും. ആ ഖബറിന്റെ അകത്തളങ്ങളിൽ നാം എന്താണ് ഒരുക്കി വെച്ചിട്ടുള്ളത്? ആ കിടക്കാനുള്ള 60, 70 കൊല്ലം കിടക്കാനുള്ള വീടിന് വേണ്ടി, താമസിക്കാനുള്ള വീടിന് വേണ്ടി മണിക്കൂറുകളും ദിവസങ്ങളും ആഴ്ചകളും മാസങ്ങളും നാം ചെലവഴിക്കുമ്പോൾ, സമ്പാദിച്ച സമ്പാദ്യത്തിന്റെ എല്ലാ ഭൂരിഭാഗവും ആ വീടിന് വേണ്ടി ചെലവഴിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, നൂറ്റാണ്ടുകളും സഹസ്രാബ്ദങ്ങളും കിടക്കാനുള്ള ഏകാന്തതയുടെ വീടിന് വേണ്ടി നാം എന്താണ് മാറ്റിവെച്ചത്? എത്ര സമയമാണ് നാം മാറ്റിവെച്ചത്? എത്ര പണമാണ് നാം മാറ്റിവെച്ചത്? എത്ര അധ്വാനമാണ് നാം മാറ്റിവെച്ചത്?